നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വരത്തുപോക്ക് അല്ലെങ്കിൽ വരവ് പോക്ക്. പല നാടുകളിൽ പല രീതിയിലാണ് ആ പേരുകൾ അറിയപ്പെടുന്നത്. രാത്രിയിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്ക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലുള്ള ബൈജുവിനാണ് ഈ ഒരു സംഭവം നേരിട്ടിട്ടുള്ളത്. അവനൊരു ഡെലിവറി ബോയ് ആയിരുന്നു. മിക്ക ദിവസങ്ങളും അവന് ഡെലിവറി കിട്ടുന്നത് രാത്രിയിലാണ് ഫുഡ് അവന് എത്തിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും എല്ലാം സ്ഥിരമായി ഓടുന്ന ആളാണ്. ഒരു ദിവസം രാത്രി 11 മണിക്ക് ശേഷമാണ് ഒരു ഓർഡർ കിട്ടുന്നത്. അവൻ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ഉള്ളിലേക്കാണ് ആ ഒരു വീട് വരുന്നത്. അവനറിയില്ല, ഒരുപാട് ദൂരം ചെന്നപ്പോൾ ഒരു കാവ് കഴിഞ്ഞിട്ട് വേണം ആ ഒരു വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഒരു കടയിൽ അവൻ ചോദിച്ചു, ഈ ഒരു അഡ്രസ്സിലുള്ള വീട് എവിടെയാണ്? അപ്പോഴാണ് ആ കടക്കാരൻ പറഞ്ഞ്, മോനെ, ഒരു കാവ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. രാത്രിയിൽ ആരും ആ ഒരു ഏരിയയിലേക്ക് പോകാറില്ല. അപ്പോൾ മോൻ വളരെ സൂക്ഷിച്ചിട്ട് വേണം പോകാനെന്ന് ആ ഒരു കടക്കാരൻ പറഞ്ഞു. പക്ഷേ അതൊന്നും അവനത്ര പ്രശ്നമല്ലായിരുന്നു. കാരണം സ്ഥിരം അവൻ ഈ രാത്രികാലങ്ങളിലാണ് അവൻ ഓടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ലായിരുന്നു. എന്നാലും അവൻ എന്തോ ഒരു പന്തികേട് പോലെ അവൻ മറ്റൊരു ഷോപ്പിൽ കയറി അന്വേഷിച്ചു. അവരും പറഞ്ഞു ഇതുതന്നെ, എന്തൊക്കെയോ വരത്തുപോക്കുള്ള ഏരിയയാണെന്നും വളരെ സൂക്ഷിക്കണമെന്നും അവരും പറഞ്ഞു. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു മട്ടിലായിരുന്നു അവൻ പിന്നീട് ചിന്തിച്ചത്. ഏതാണ്ട് ആ കാവിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് അവന്റെ ബൈക്ക് പെട്ടെന്ന് ഓഫായി പോയത്. വണ്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാവുന്നത്. അപ്പോഴാണ് ഒരു നിഗൂഢമായ ഒരു സൗണ്ട് അവന് കേൾക്കാൻ തുടങ്ങി. അവൻ സ്വയം അറിയാതെ അവനൊരു പേടി വന്നു. ആ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടും ഫോൺ റിങ് പോകുന്നില്ല. മൊത്തത്തിലൊരു പെട്ട അവസ്ഥയിൽ ആ ഒരു കാവിന്റെ മുന്നിലായിട്ട് അവൻ നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി സ്റ്റാർട്ടാവുന്നില്ല. എന്ത് ചെയ്തിട്ടും ആ ഒരു ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. അവൻ ആ ഒരു നൃത്തം കുറച്ച് സമയം നിന്നു. പ്രകൃതിയിലാകമാനം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി അവന് തോന്നി. അവൻ ഇതുവരെ കേൾക്കാത്ത പല സൗണ്ടുകളും അവൻ കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല, ദൂരെ നിന്ന് എന്തോ ഒരു വല്ലാത്തൊരു വെളിച്ചം പോലെ ഒരു സംഭവം വരുന്നതായി അവന് തോന്നി. അവനെന്തോ ആ ഒരു വെളിച്ചത്തിൽ എന്തോ ഒരു ഭയാനകമായ ഒരു ഭീതി അവന് തോന്നി. അവൻ എന്ത് ചെയ്തെന്നോ, അവനൊന്ന് സൈഡിലേക്ക് മാറി നിന്നു. എങ്ങോട്ടാണ് ആ വെളിച്ചം പോകുന്നതെന്നറിയാൻ കുറച്ച് ദൂരെ അവൻ മാറി നിന്ന് നോക്കിയപ്പോഴാണ് ഒരു തീഗോളം, വലിയൊരു തീഗോളം, അവനെ തന്നെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തീഗോളം. അതങ്ങനെ ആ ഒരു കാവിലേക്ക് പോകുന്നതായിട്ടാണ് അവൻ കണ്ടത്. അവനറിയില്ല ഇതാണോ വരത്തുപോക്ക്. കേട്ടുകഴിഞ്ഞ് മാത്രമേ അവനുണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ കേട്ടിട്ടുണ്ട് വരത്തുപോക്ക്. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും അവനെ അറിയാനോ ശ്രമിച്ചിട്ടില്ല. അവൻ അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ഭീതിയോടെ ആ ഒരു തീകോളം നോക്കി നിന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അവന് പോലും അറിയില്ല. അവൻ അവിടെയുള്ളൊരു കുറ്റിക്കാടിന്റെ സൈഡിലേക്ക് മറിഞ്ഞു നിന്നു. അവന് കാണണമായിരുന്നു ഇനി എന്താ സംഭവിക്കാന്ന്. പെട്ടെന്നാണ് ബാക്കിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് അവൾ കേൾക്കാൻ തുടങ്ങിയത്. അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നടുങ്ങിപ്പോയത്. ഒരു കാൽപ്പത്തി വരുന്നു, അതും വല്ലാത്തൊരു കളറിൽ. ഒരു ചാര നിറോ വെള്ള നിറോ അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും മനുഷ്യന്റെ കാലില്ലാന്ന് അവന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായി. പെട്ടെന്ന് അവന്റെ ശരീരത്തിന് മൊത്തം ഒരു പുകച്ചില് പോലെ തോന്നി. അവന്റെ കോട്ട് വലിച്ചെറിഞ്ഞു. ആ കാലുകൾ തൻ്റെ അടുത്ത് ഇപ്പോഴെത്തുന്ന അവന് മനസ്സിലായതോടുകൂടി അവൻ തിരിഞ്ഞോടുകയായിരുന്നു. അവന് വഴിയോ ദിക്കോ ഒന്നും അറിയാത്തൊരു ഓട്ടമായിരുന്നു. കുറെ ഓടിയതിനു ശേഷം അവൻ നോക്കിയപ്പോൾ ജനവാസമുള്ള ഒരു ഏരിയയായി അവന് തോന്നി. കാരണം ദൂരെ വാഹനങ്ങളുടെ വെളിച്ചം കണ്ടു തുടങ്ങി. അവൻ ആശ്വാസമായി. അവൻ മെല്ലെ നടക്കാൻ തുടങ്ങി. പക്ഷേ അതവന്റെ തോന്നൽ മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടു. തന്നെ ആരോ പിന്തുടർന്ന പോലെ അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം 3 പേരായിരുന്നു അവന്റെ ബാക്കിൽ ഉണ്ടായിരുന്നത്.
അവൻ തിരിഞ്ഞോടി. ദൂരെ കാറെന്ന് തോന്നിക്കുന്ന വസ്തു അത് കാറായിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു. അവൻ ഓടുന്ന ഓട്ടത്തിൽ തലയിടിച്ച് എവിടെയോ വീണു. പിന്നെ ബോധം തെളിയുമ്പോൾ അവൻ ഹോസ്പിറ്റലായിരുന്നു. ബോധമറ്റ് കിടന്ന അവനെ ആ ഭാഗത്തുകൂടെ പോയ ആരോ ആണ് രക്ഷപ്പെടുത്തിയത്. എന്തായാലും കുറെ കാലം തന്നെ വേണ്ടി വന്നു അവൻ്റെ മൈൻഡ് റെഡിയാക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.